പക്ഷേ കല്ലുമ്മക്കായി ആണെങ്കിൽ ഇതാ ഓൾറെഡി പൊന്നൂനെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ആക്കിയത്. പക്ഷെ അപ്പോഴത്തേക്ക് ഓള് പ്രസവിച്ച് ഓളപ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കഴിയുമ്പോഴത്തേക്ക് കല്ലുമ്മക്കായി ആക്കി കഴിയുമ്പോഴത്തേക്ക് ഞാൻ പ്രസവിക്കുന്നു, തിന്നാൻ പറ്റൂല എന്നെല്ലാം. അപ്പം കല്ലുമ്മക്കായി ഞാൻ 2-3 ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതാണ് ഇത്. ഇതാ ഈ ഫുൾ പാക്ക് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നിച്ചുവിന് ഭയങ്കര ഇഷ്ടമല്ലേ, അതുകൊണ്ട് അങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ഹോസ്പിറ്റലിലെത്തി, ബാഗെല്ലാം പാക്ക് ചെയ്ത് ഫുൾ ലഗേജ് ആയിട്ടാണ് ഹോസ്പിറ്റലിൽ വന്നത്. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് അഗേട്ടിന് എറണാകുളത്തേക്ക് പോകേണ്ട ദിവസമായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ സ്റ്റേഷനിൽ പോയിട്ട് കൊണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനും അഗേട്ടനും കൊയിലിൻ്റെ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ സ്റ്റേഷനിലേക്ക് പോവാന്ന്. 2:50 ഇൻ്റർസിറ്റിക്കാണ് എപ്പോഴും ഇങ്ങനെ പോക്ക്. ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തില്ലെങ്കിൽ മിക്കപ്പോഴും ആ ട്രെയിനായിരിക്കും പോകുന്നുണ്ടാവുക. പിന്നെ അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ രാവിലെ ഒരു ഇൻ്റർസിറ്റി ഉണ്ട് 6 മണിക്ക്, അതിന് കയറി വരുവാന്ന്. ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലെങ്കിൽ നമ്മളെപ്പോഴും ഈ ഒരു ഇൻ്റർസിറ്റിക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകല്ലേ. അതിനുശേഷം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വേഗം UTI കയറിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ആരെയും വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് കാണിക്കണ്ടേ, അതുകൊണ്ട് UTIയിൽ നിന്ന് നമുക്ക് ആ ആപ്പ് വെച്ചിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും പ്ലാറ്റ്ഫോം ടിക്കറ്റോ അല്ലെങ്കിൽ ഇതുപോലത്തെ ടിക്കറ്റോ ജനറൽ ടിക്കറ്റോ എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാൻ പറ്റും. അങ്ങനെ ഓൾറെഡി എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും അഗേട്ടനും ട്രെയിനിൽ കയറി ഇരുന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ട്രെയിൻ അങ്ങ് ഫുള്ളായി, നല്ല തിരക്കായി. ഞാൻ അതുകൊണ്ട് നന്ന തിരക്കിന് നിൽക്കാൻ നിന്നിട്ടില്ല, വേഗം തിരിച്ച് റൂമിലേക്ക് വന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാനും അച്ഛൻ്റെ കൂടെ വീട്ടിലേക്ക് പോയി. കുറച്ചധികം ലഗേജ് എടുത്തിട്ടുണ്ടായിരുന്നു. നാളെ ഡിസ്ചാർജ് ഡേ ആയതുകൊണ്ട് കുറച്ചധികം ലഗേജ് ഇന്നേയും കൊണ്ടുപോകാമെന്ന് വിചാരിച്ച്. എന്നിട്ട് അർജുനും വാവയും കൂടെ നമ്മളെ ഓട്ടോ കയറ്റി വിട്ടെ. പിറ്റേ ദിവസം ഇതാ നമ്മൾ വാവേൻ്റെ ഡിസ്ചാർജ് ഡേ ആണ്. അങ്ങനെ ഇതാ സാരിയൊക്കെ കൊടുത്തിട്ടാണ് വാവേനെ ഇന്ന് ഡിസ്ചാർജ് ആക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഫുഡൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച്. ഇന്നാണെങ്കിൽ ഞാൻ ഓട്ടോനും ഒറ്റയ്ക്കാണ് പോകുന്നത്. അർജു വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അർജുനും പിന്നെ വരും. ഞാൻ എന്ത് ചെയ്ത് വന്നപ്പാട് ഇതൊക്കെ വെച്ചിട്ട് ഇതാ വാവേനെ എടുത്ത്, വാവ നല്ല അടിപൊളിയായിട്ട് കണ്ണൊക്കെ തുറന്നിരിക്കുന്നുണ്ടായിരുന്നേ. വാവേനെ കൂട്ടാൻ വന്നുകൊണ്ടാണ് സാരിയെല്ലാം എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചത്. പിന്നെ വാവേനെ കിടത്തി അങ്ങ് ഉറക്കിയ ശേഷം ഞാനും പൊന്നും അമ്മയും കൂടെ ഡെലിവറീൻ്റെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവിടെ ഉണ്ടായ കുറേ എക്സ്പീരിയൻസും പെയിന് വരാണ്ടെന്നതും മെനസ്തീഷ്യ കൊടുത്തിട്ട് ആവാണ്ടെന്നതും അങ്ങനെ കുറേ അവളിങ്ങനെ ആ റൂമിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വന്നിട്ട് മര്യാദയ്ക്ക് വർത്തമാനം പറയാൻ കൂടെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം നമ്മൾ ഇനി വൈകുന്നേരം എന്തായാലും ഡിസ്ചാർജ് ആകുന്നല്ലോ, അതുകൊണ്ട് അമ്മയും നമ്മളും ഇരുന്നിട്ട് ഇങ്ങനെ ഈ അമ്മേൻ്റെ ഓരോ എക്സ്പീരിയൻസും പൊന്നൂനുണ്ടായ എക്സ്പീരിയൻസും എല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് പൊതിച്ചോറ് എടുത്തിട്ടുണ്ടായിരുന്നത്, മീൻ വറുത്തതും വറവും പിന്നെ നമ്മളെ പരിപ്പ് കറിയും, അങ്ങനെ നോർമലായിട്ടുള്ള കുഞ്ഞി പൊതിച്ചോറാണ് എടുത്തത്. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഫുൾ പാക്ക് ചെയ്ത്